അയ്യോ ഒച്ച പോകല്ലേ, അയ്യോ ഒച്ച പോകല്ലേ. ഈ നിലവിളിയാണ് ഇന്നലെ മുതൽ തിരുവനന്തപുരത്തെ ഇന്ദിരാഭവനിലും വയനാട്ടിലെ കോൺഗ്രസ് ഓഫീസിലും മുഴങ്ങിക്കേട്ടത്. റായ്ബറേലിയിൽ മത്സരിക്കാൻ രാഹുൽ ഗാന്ധി തീരുമാനിച്ചതാണ് ഈ കൂട്ടക്കരച്ചിലിന് കാരണം. 2019 4 ലക്ഷത്തിലേറെ വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് വിജയിച്ച രാഹുൽ ഗാന്ധി വീണ്ടും വയനാട് മണ്ഡലത്തിൽ ജനവിധി തേടിയപ്പോൾ വലിയ ആവേശത്തോടെയാണ് പ്രവർത്തകർ സ്വീകരിച്ചത്. പക്ഷേ ആ ആവേശം വീണ്ടും കണ്ടത് ഇന്നലത്തെ കൂട്ടക്കരച്ചിലാണ്. ഞങ്ങളെ വിട്ടു പോകല്ലേ, ഞങ്ങളെ വിട്ടു പോകല്ലേ എന്നുള്ള ആ നിലവിളി കണ്ടാൽ ആരും കരഞ്ഞു പോകും. പക്ഷെ എന്ത് ചെയ്യാം, രാഹുൽ ഗാന്ധി ഒരാളല്ലേ ഉള്ളൂ. അവിടെയും വേണം, ഇവിടെയും വേണം. ജൂൺ 4 കഴിഞ്ഞ് രണ്ടിടത്തും കൂടി നിൽക്കാൻ പറ്റില്ല, ഒരിടത്ത് നിന്നും പോയേ പറ്റൂ. സോണിയാഗാന്ധിയുടെ സ്വന്തം മണ്ഡലമായ റായ്ബറേലി സോണിയ മത്സരിക്കാതെ രാഹുലിനെ പിതൃസ്വത്ത് അവകാശമെന്ന രീതിയിലാണ് ഏൽപ്പിച്ചത്. സോണിയയ്ക്ക് അത് കിട്ടിയത് രാജീവ് ഗാന്ധിയിൽ നിന്നാണ്, പാരമ്പര്യമായി കൈമാറി കിട്ടിയതാണ്. ഇനി അത് നിലനിർത്തേണ്ടത് രാഹുലിൻ്റെ മാത്രം ഉത്തരവാദിത്വമാണ്. അവിടെ രാഹുൽ വിജയിക്കും. അങ്ങനെയെങ്കിൽ വയനാട് രാഹുൽ ഉപേക്ഷിക്കും. വയനാടുമായി വൈകാരികമായ അടുപ്പമുണ്ടെന്നും പ്രഖ്യാപിച്ച ശേഷമാണ് രാഹുൽ ഗാന്ധി വീണ്ടും വയനാട്ടിൽ മത്സരിക്കാനെത്തിയത്. അവിടെ വിജയിക്കുമെന്ന് ഉറപ്പുണ്ട് അദ്ദേഹത്തിന് മാത്രമല്ല, കോൺഗ്രസ് പാർട്ടിക്കും UDF-നും ലീഗിനും എല്ലാം ഉറപ്പുണ്ട്. എന്നിട്ടും ജയസാധ്യത കൂടുതലുള്ള മറ്റൊരു സീറ്റ് തേടി പോയത് വയനാട്ടുകാരെ കളിയാക്കുന്നതിന് തുല്യമാണ്, കൊഞ്ഞനം കുത്തി കാണിക്കുകയാണ്. രാഹുലിന് വേണ്ടി വോട്ട് അഭ്യർത്ഥിച്ചവരാണ് പ്രതിസന്ധിയിലായിരിക്കുന്നത്. അവരെ ഓടിച്ചിട്ട് തല്ലും വയനാട്ടുകാർ. ഉപതെരഞ്ഞെടുപ്പിനെ നേരിടേണ്ടി വന്നാൽ വിജയസാധ്യതയെ ബാധിക്കുമെന്നാണ് അവരുടെ ആശങ്ക. ആരുടെയാ? ഈ വോട്ട് ചോദിച്ച് നടന്നവരുടെ. 2019 തെരഞ്ഞെടുപ്പിൽ വയനാട്ടിൽ മാത്രമല്ല, ഉത്തർപ്രദേശിലെ അമേഠിയിലും രാഹുൽ ഗാന്ധി മത്സരിച്ചിരുന്നു. അമേഠിയും ഈ പറയുന്ന ഗാന്ധി കുടുംബത്തിൻ്റെ സ്വന്തം പിതൃ സ്വത്ത് അവകാശം പോലെ, പിന്തുടർച്ച അവകാശം എന്ന പോലെ വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു സീറ്റാണ്. അന്ന് ഇപ്പോഴത്തെ കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി രാഹുൽ ഗാന്ധിയെ ഈസിയായി അങ്ങ് പരാജയപ്പെടുത്തി. ആ പരാജയം മണത്താണ് സിറ്റിംഗ് MP കൂടിയായ രാഹുൽ ഗാന്ധി സുരക്ഷിത മണ്ഡലം എന്ന നിലയ്ക്ക് വയനാട്ടിലേക്ക് വന്നത്. രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്നതിനെതിരെ വലിയ വിമർശനമാണ് BJP അന്ന് ഉയർത്തിയത്. ലീഗിൻ്റെ പച്ചക്കൊടികൾ രാഹുൽ ഗാന്ധിയുടെ റോഡ് ഷോയിൽ കൂടുതലായി ഇടം നേടിയത് 2019 തെരഞ്ഞെടുപ്പിൽ BJP ഉത്തരേന്ത്യയിൽ പ്രചാരണ ആയുധമാക്കിയിരുന്നു. കാരണം പാകിസ്ഥാൻ്റെ കൊടിയാണെന്നും പറഞ്ഞാണ് അവരവിടെ പ്രചാരണമാക്കിയത്. അതിനാൽ ഇത്തവണ ആ പ്രചാരണത്തിൽ നിന്ന് ലീഗിൻ്റെ കൊടി മാത്രമല്ല, സ്വന്തം പതാകയും കോൺഗ്രസ് ഉപയോഗിച്ചില്ല, രണ്ടും ഉപേക്ഷിച്ചു. ചുരുക്കി പറഞ്ഞ കരുതലോടെയാണ് ഇത്തവണ വയനാട്ടിൽ രാഹുൽ ഗാന്ധിയുടെ പ്രചാരണം നടന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 2 സീറ്റിൽ മത്സരിക്കുന്നത് സാധാരണ കാര്യമാണെന്നാണ് മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി പറയുന്നത്. കഴിഞ്ഞ തവണ പ്രധാനമന്ത്രിയും 2 സീറ്റിൽ മത്സരിച്ചു. പണ്ടുള്ളവരെല്ലാം, ഇത് മിസസ് ഗാന്ധി മുതൽ പണ്ടുള്ള പ്രധാനമന്ത്രിമാരെല്ലാം 2-3 പ്രാവശ്യമൊക്കെ മത്സരിച്ചിട്ടുണ്ടെന്നാണ് അദ്ദേഹത്തിൻ്റെ പറച്ചിൽ. രാഹുലിൻ്റെ റായ്ബറേലിയിലെ മത്സരം ഇന്ത്യ മുന്നണിയുടെ സാധ്യത വർദ്ധിപ്പിക്കും. 2 സീറ്റിൽ മത്സരിക്കണമെന്ന ആവശ്യം ലീഗ് മുന്നോട്ട് വെച്ചിരുന്നുവെന്നാണ് കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറയുന്നത്. ഇത് രാഷ്ട്രീയ തീരുമാനമാണ്, അതിനെ ഇടതുപക്ഷം സ്വാഗതം ചെയ്യണമെന്നാണ് അദ്ദേഹം ആവശ്യപ്പെടുന്നത്. മത്സരിക്കുന്ന വിവരം മറച്ചുവെച്ച് വയനാടിനെ രാഹുൽ വഞ്ചിച്ചു എന്നത് അടിസ്ഥാനരഹിതമായ ആരോപണമാണ്. വയനാട്ടിൽ ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാകുമെന്ന് പറയുന്നവർ രാഹുൽ റായ്ബറേലിയിലും ജയിക്കുമെന്നാണ് പറയുന്നത്. വയനാട്ടിൽ ഉപതെരഞ്ഞെടുപ്പ് വന്നാൽ UDF-ന്റെ ഭൂരിപക്ഷം വർദ്ധിക്കുമെന്നും കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറയുന്നു.